കാല് പൊക്കിയിട്ടുള്ള അടിയൊക്കെ കാണാൻ പറ്റുമോ ലാലേട്ടനെ പോലെ തന്നെ? ഉണ്ടോ? ആക്ഷൻ ഉണ്ടോ? അത് സിനിമ കണ്ടിട്ട് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. ലാലേട്ട എങ്ങനെയാണ് നമ്മുടെ ഇത്രയും കാലം പൊക്കുന്നില്ല. കുറച്ച് ഫ്രാൻസ് ചെറിയ രീതിയിലൊക്കെ ഉണ്ടാവാം. പറഞ്ഞില്ലേ പറഞ്ഞു. ഞാൻ വേണ്ടേ ഇത്രയും അതിലുള്ളവരൊക്കെ ഏറ്റവും വലിയ ആക്ഷൻ ഡയറക്ടേഴ്സാണ് അല്ലേ? സ്റ്റൺസിലോ പേര് യാനിക് പെൻ, ആ പേര് തന്നെ എനിക്ക് പറയാൻ പറ്റും. അപ്പം അത്യാവശ്യം ചെറിയ ചായയും കടിയൊക്കെ ഉണ്ടാവും. അതിന് വിടും പാവം. ഞങ്ങൾക്ക് തന്നെ കുറച്ച് ടെൻഷനും ആകാംക്ഷയൊക്കെ ഉണ്ട്. എന്താണ് ചെയ്യാൻ പോകുന്നത്? ട്രെയിലർ ഇംപ്രസീവ് ആണ്, ഇന്റർവ്യൂ കാണുമ്പോൾ വളരെ റിലേറ്റബിൾ ആയിട്ട് തോന്നുന്നുണ്ട്. എന്നാലും ഇപ്പൊ തന്നെ കാണുമ്പോൾ കുറച്ച് ടെൻഷൻ ഉള്ള പോലെ തോന്നുന്നു. അല്ലല്ല, ഇത് മാറ്റാൻ ടെൻഷൻ മാറ്റി വയ്ക്കൂ, അല്ലെങ്കിൽ ഇത് ഈ പ്രഷറിനെ ഹാൻഡിൽ ചെയ്യാൻ ലാലേട്ടൻ എന്തെങ്കിലും ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്നുണ്ടോ? ഒരു കാര്യമില്ല. ടെൻഷൻ ഞാൻ അവർ തന്നെയല്ലേ മാറ്റി വെക്കേണ്ടത്. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു എക്സാം എഴുതിയത് പോലെയാണ്. നന്നായിട്ട് എഴുതിയാൽ ജയിക്കും, മോശമായിട്ട് എഴുതിയാൽ തോന്നും അല്ലേ? സോ ഇറ്റ്സ് ഓൾറെഡി ഹാപ്പൻഡ്. പക്ഷെ ഈ ഞാൻ പറയുന്ന പോലെ എനിക്ക് ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കുമ്പോഴൊന്നും ഇങ്ങനത്തെ ഒരു ടെൻഷനില്ല. ഇപ്പം 370ാമത്തെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് ടെൻഷനില്ല. അതൊരു പ്രിപ്പറേഷൻ, അത് അറിയാതെ സംഭവിക്കുന്നത്. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അന്നത്തെ സിനിമ പോലെ അല്ലേ ഇപ്പോൾ ഭയങ്കരമായ കോമ്പറ്റീഷനാണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കൊന്നും ഇങ്ങനെ ഒരു സിനിമ കഴിഞ്ഞിട്ട് ഇത്രയും പേരുടെ മുമ്പിൽ സംസാരിക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് സ്വാതന്ത്ര്യങ്ങളുണ്ടായിരുന്നു. ഇത് സ്വാതന്ത്ര്യം ഇല്ലായ്മ എന്നല്ല പറയുന്നത്. സോ അവരുടെ ലൈഫിനെ കുറിച്ച് കുറച്ചുകൂടെ ടോളറൻസ് ലെവൽ കൂടുതലായിരുന്നു ഞങ്ങൾക്ക്. ഇപ്പോഴും ഇവർക്ക് ആ ടോളറൻസ് ലെവൽ ഉണ്ടാക്കിയെടുക്കണം അല്ലേ? ഇതൊരു പ്രത്യേക ഫീൽഡാണ് സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. സക്സസിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന പോലെ തന്നെ ഫെയിലിയറിനെ അപ്രോച്ച് ചെയ്യാൻ പഠിക്കണം. ഇതിൽ മാത്രമല്ല, ജീവിതത്തിൽ മുഴുവൻ. അപ്പം അതുകൊണ്ട് അവരുടെ ടെൻഷനിലേക്ക് നമ്മൾ പോയിട്ട് ഈ ടെൻഷൻ അടിക്കുക അത് വീണ്ടും ടെൻഷനാവില്ലേ? അപ്പം അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, വരുന്ന പോലെ വരട്ടെ അല്ലേ? നമുക്കൊരു സിനിമയുടെ ട്രെയിലർ ലോഞ്ച് നടന്നു, ട്രെയിലർ കണ്ടു, ഇനി സിനിമ കാണാൻ പോവാണ്. ആ സിനിമയെ കണ്ടിട്ട് വിലയിരുത്തും. നല്ല സിനിമയാണെങ്കിൽ നല്ലതെന്ന് പറയും അല്ലേ? അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. വെറുതെ ഇരിക്കുന്ന ആളുടെ ടെൻഷനിൽ പോയിട്ടൊന്നും കുത്തി നോക്കരുത് പ്ലീസ്. നിങ്ങളുടെ ഈ ടെൻഷന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് പറയാണ്. കാരണം ഈ പ്രണവ് സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന സമയത്ത് ആദ്യമേ പറയായിരുന്നു, ചേട്ടാ ഈ ഇന്റർവ്യൂസിനൊക്കെ കുറച്ച് ടെൻഷനാണ്. അപ്പൊ നമ്മളത് അങ്ങനെ അനുവദിച്ചു കൊടുത്തു. മായ സിനിമയിൽ വന്നപ്പോഴും ഇത് തന്നെ പറഞ്ഞിരുന്നു, അയ്യോ ഇത് എല്ലാവരുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറഞ്ഞാൽ നമ്മളങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനായി. ഇപ്പൊ നമ്മളെന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ ഒന്നും മോള് വരണ്ടെന്ന് പറഞ്ഞു. സിനിമയെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെയാണ് പറഞ്ഞത്, ഇല്ല മോളെ അതാ ഒന്ന് ജസ്റ്റ് വന്നാൽ അവർ എന്തെങ്കിലും നമ്മുടെയൊക്കെ ഫ്രണ്ട്സ് അല്ലേ എന്തെങ്കിലും രണ്ടു വാക്ക് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ ആ പാവം വന്നിട്ട് അതിനിപ്പോ എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയാണ്. ഇതാണ് സത്യസന്ധമായ കാര്യം. ഓക്കെ, എനിക്ക് അറിഞ്ഞുള്ള കാര്യം, ഞാൻ അതിലുണ്ടായിരുന്നില്ല. അത് ഓഫ്കോഴ്സ് കഥ കേട്ടു. അപ്പൊ നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിന്റെ കൂടുതൽ ഡിസ്കഷനിലേക്കൊന്നും ഞാൻ പോയില്ല. അതാണ് സത്യം. എനിക്ക് എൻ്റെതായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു, അത് ഞാൻ ഷെയർ ചെയ്തു. അവർക്ക് ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ, ചില അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങൾ അവർ അക്സെപ്റ്റ് ചെയ്യും. അതാണ് എൻ്റെ സത്യം. പ്രണവേട്ടൻ എനി ഹെൽപ്പ് ടിപ്സ് ഫോർ ആക്ടിംഗ്? He just said have fun and discussion. അങ്ങനെ ഡിസ്കഷൻ ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും അമ്മയും ഇതിനെ പറ്റി സംസാരിച്ചു. സ്റ്റോറി ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിവേസ് ഹലോ, ഇവിടെയാണ്. നമസ്കാരം. തുടക്കം നല്ല സംഭവമാണ്. ജോഡിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അതിൽ ലാലേട്ടനോട് തന്നെയാണ്. ലാലേട്ട, ഒരച്ഛൻ എന്ന നിലയിൽ ഏറ്റവും അഭിമാന മുഹൂർത്തത്തിലാണ് ഇപ്പോൾ താങ്കൾ. അതിന് സ്റ്റേജിൽ നിൽക്കുമ്പോൾ തന്നെ താങ്കൾ പറഞ്ഞു, അതിൽ സന്തോഷം. ഞങ്ങളെല്ലാം കുട്ടി തന്നെയാണ് വിസ്മയ. ലാലേട്ട അഭിനയിക്കുന്ന സമയത്ത്, ലാലേട്ടൻ അഭിനയത്തിന്റെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും വരാം, വിസ്മയോടൊപ്പം ആ
ഷെയർ ചെയ്യുമ്പോൾ, ക്യാമറയെ കൊണ്ട് ഷെയർ ചെയ്യുമ്പോൾ ലാലേട്ടന് തോന്നിയ ആ മുഹൂർത്തം എന്തായിരുന്നു ആ സമയത്ത്? അല്ല, ആ സമയത്ത് എൻ്റെ മകളാണെന്നൊന്നും ഞാൻ വിചാരിക്കില്ല. എൻ്റെ കൂടെ അഭിനയിക്കുന്ന ഒരാളായിട്ടാണ്. മകളായിട്ട് വിചാരിച്ചാൽ നമുക്ക് ചിലപ്പോൾ അഭിനയിക്കാൻ പറ്റില്ല. ഒരു പെർഫോമൻസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണ്, ഒരു ക്യാരക്ടറായിട്ടാണ്. അപ്പോൾ അവർക്ക് അവർ പറയുന്ന അല്ലെങ്കിൽ അവർ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമുക്കിങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന രീതിയാണ്. അപ്പം അതുകൊണ്ട് അഭിനയിച്ച് കഴിഞ്ഞാട്ട് ആ സിനിമ കാണുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഫീൽ ചെയ്യാം. അല്ലാതെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള ഒരു കൊളീഗായിട്ട് ഞാൻ വിചാരിച്ചു. അച്ഛൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം തന്നെയാണ്. സിനിമകൾ ഒത്തിരി അച്ഛൻ്റെ കണ്ടിട്ടുണ്ട്, ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ കിരീടമാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഈ സിനിമയിൽ അച്ഛൻ്റെ മുന്നിൽ പോയെന്ന് ഒരു ഡയലോഗ് പറയുമ്പോൾ, ജൂഡ് പറഞ്ഞു തരുന്ന ഡയലോഗ് പറയുമ്പോൾ എന്തായിരുന്നു ആ ഫീൽ? കൊറേ അതിന് അച്ഛനായി കണ്ടു. അതുകൊണ്ട് ഞാൻ അവിടെ എത്തിയപ്പോ എല്ലാരും അച്ഛൻ്റെ കൂടെ ആക്ട് ചെയ്യാൻ പോവാണ്, എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. I was nervous. Yeah, ഞാൻ നെർവസ് ആയിരുന്നു. 18 അല്ല 16, സോറി. അച്ഛൻ ഹെൽപ്പ് ചെയ്തു, ജൂട്ടൻ ഹെൽപ്പ് ചെയ്തു. എനിക്ക് ആദ്യത്തെ സീനിന്റെ ഫസ്റ്റ് ഷോർട്ടായിരുന്നു പ്രശ്നം. പക്ഷെ പിന്നെ സീനിലോട്ട് പോയപ്പോൾ ഓക്കെ ആയിരുന്നു. Hi, Vismaya. Yeah, I'm sitting right here. Okay. So you've spent years expressing yourself through poetry, painting, and everything. There, the creative control is almost under you. But here, when it's acting, it's more of a collaborative process and it's shaped by Jude's vision here. Is it difficult to let go of that control, emotional control, as an artist? So I would say that it's still the same kind of freedom. I wouldn't say that the freedom is any less with this process, because it's like, it's an art form, right? So you're still expressing in your own way. So it's not, yes, of course the director gives you his vision, but then it's your instrument, right? So you have to bring out your own creativity. Yeah. Thank you so much for the answer, sir. My question is to you. You've seen actors starting their journey through all these decades. As a father and as an actor, what do you think is the most important quality a co-actor, an experienced co-actor should have when he's with a person who's facing the camera for the first time? Basically common sense. Seriously. Because we are not supposed to ridicule them, or we should not give any kind of confusion to them. So be with them, travel with them, and you can on the travel you can correct them, or you can learn so many things. So to be with acclimatization, you need an acclimatization. They also need. So to be in that league and to be in our league, it's a beautiful process happening. So നമ്മുടെ കോ-ആക്ടേഴ്സിൻ്റെ കൂടെ ഏറ്റവും രസകരമായിട്ട് മേക്ക് ഫൺ വിത്ത് ദം, ബി എന്താണ് ഒരു സ്റ്റേറ്റ് ഓഫ് ഹാപ്പിനെസ് എക്സ്ചേഞ്ച് ആൻഡ് മേക്ക് ദം കംഫർട്ടബിൾ. സെയിം വിത്ത് മായ. അപ്പം മായയുടെ ഒരു സംടൈംസ് വി ഫീൽ, അയ്യോ ഈ കുട്ടി എന്താ ഇങ്ങനെ ചെയ്യണമെന്ന് ഇവരത്തല്ല എല്ലാവർക്കും തോന്നാം, മറ്റവർക്കും തോന്നാം. അതിനെ ഒരു ഇറിറ്റേറ്റഡ് ആകാതെ സെയിം വിത്ത് ഡയറക്ടേഴ്സ് ഓൾസോ അല്ലേ. ചില ഡയറക്ടേഴ്സ് ഉണ്ട്, ചില ദേഷ്യപ്പെടുന്നവരുണ്ടാകും, പക്ഷേ ദാറ്റ് വിൽ റിഫ്ലക്ട് the confidence of the actor. അപ്പോൾ ഇതൊരു പ്രോസസ്സാണ്, ഇറ്റ്സ് എ ഹാബിറ്റ്, ഇത് ഒരു പ്രാക്ടീസാണ്. സോ ലൈക്ക് ഹി സെഡ്, ഫസ്റ്റ് ഡേ പോലെ ആയിരുന്നില്ല മായ 10th day, പിന്നെ ലാസ്റ്റ് ഡേ സോ ഇറ്റ്സ് എ പ്രോസസ്. സോ അതിന് യു നീഡ്, ഇതൊരു സെൽഫായിട്ട് കണ്ടുപിടിക്കുക അങ്ങനെയൊക്കെ പറയണതൊക്കെ ഇറ്റ്സ് എ മോർ ഇറ്റ് ക്യാൻ ഹാപ്പൻ ഓൺ ദിസ് സ്റ്റേജ്. ദിസ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്, എൻറ്റിറ്റി വൈസ് ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ് സിനിമ എന്ന് പറയുന്നത്. സോ you have to practice. നിങ്ങളുടെ ഒരു ഇൻ്റലിജൻസ് ആണ് അതിൻ്റെ പുറകിലുള്ളത്. ആൻഡ് ബേസിക്കലി ഐ ബിലീവ് ആൻ ആക്ടർ നീഡ്സ് എക്സലന്റ് കോമൺ സെൻസ്. താങ്ക് യു. Thank you so much, sir. ഇപ്പോൾ
നമ്മൾ മലയാളികൾക്ക് One question to you. You always describe your filmmaking process as instinctive rather than a lot of elaborate performances. But watching Vismaya during her filmmaking process, did you recognize her own style of preparation, or could you connect it with your style of just going with the flow? Now she has got a problem of the language. So ഒരു നമ്മുടെ ലാംഗ്വേജ് കമാൻഡ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. So she doesn't have that kind of ഒരു ഫ്ലുവൻസി ഇല്ല. So normally actorsന് it can happen to actors when they are not very fluent with the language. They'll stick on to that line. So I should not make a mistake എന്ന് പറയും. അപ്പോൾ അതിലോട്ട് ഫോക്കസ് ചെയ്യാൻ നോക്കും. എങ്ങനെയെങ്കിലും ഈ ഡയലോഗ് പറഞ്ഞ് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ അതല്ല, സ്ലോലി ഇറ്റ്സ് എ പ്രാക്ടീസ്. അതിൽ ഒരു നമുക്കുള്ള ഒരു വാട്ട് ഈസ് ഇംപ്രവൈസേഷൻ, ഞാൻ ചെയ്തു, അത് നമ്മളറിയാതെ നമ്മൾ ഒരു ഇൻഡ്യൂട്ടീവ് മൈൻഡിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രിപ്പറേഷനാണ് അത്. സംടൈംസ് യു വിൽ ഗെറ്റ് നാച്ചുറലി ഓർ യു ക്യാൻ കൾട്ടിവേറ്റ് ഇറ്റ്, യു ക്യാൻ ഡെവലപ്പ് ഇറ്റ്. അത് ദാറ്റ് ഈസ് ദെയർ ഇൻ്റലിജൻസ്. ബട്ട് ഐ തിങ്ക് ആസ് ഇവരൊക്കെ പറഞ്ഞ പോലെ ഒരു ബിഹേവ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. പിന്നെ അവർ ഓൾറെഡി ഒരുപാട് പ്ലേ ഒക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് പ്ലേ പോലെ അല്ലല്ലോ സിനിമ. അപ്പം ആ ഇൻഡ്യൂട്ടീവ് മൈൻഡ് അവർ ഡെവലപ്പ് ചെയ്ത് വരണം. അതിന് നമ്മൾ പോയി പറഞ്ഞിട്ട് കാര്യമില്ല. ദാറ്റ് ഷീ ഹാസ് ടു ഡെവലപ്പ് ഹർ ഓൺ വേ. അതിന് ഇറ്റ്സ് എ പ്രോസസ്. അത് സ്ലോലി ഐ തിങ്ക് ഒരു കുറച്ച് ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ അസോസിയേഷൻ വാച്ചിങ് മൂവീസ് ദേ ക്യാൻ കൾട്ടിവേറ്റ് ആൻഡ് ദേ ക്യാൻ ബ്രിങ് ഔട്ട്. അതിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് തോന്നുന്നത് പോരെ ആ ചോദിച്ചോളൂ. അല്ല എൻ്റെ അടുത്ത് പോരാന്ന് ഞാൻ സിനിമയിലെ ഈ ഒരു ഇപ്പൊ സായി കുമാർ എന്ന് പറയുന്ന നടന്റെ ആ കുടുംബം, അദ്ദേഹത്തിന്റെ അച്ഛൻ, അങ്ങനെ ആ കുടുംബം ഒരു കലാകുടുംബം പോലെ വന്നിട്ടുണ്ട്. അതുപോലെ അനിൽ പിള്ള. ഇപ്പൊ മലയാള സിനിമയിൽ മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ 48 വർഷമായി, ഇപ്പൊ 50 വർഷമാകുന്നു. അദ്ദേഹത്തിന്റെ മകൻ വന്നു, അതിനുശേഷം ഇപ്പൊ മകൾ വന്നു. അപ്പൊ ആ ഒരു കലാകുടുംബം മലയാള സിനിമയിലേക്ക് പൂർണ്ണമായും വരില്ല. അതില് അങ്ങനെ തൃപ്തനാണോ? എന്താണ് അദ്ദേഹം അങ്ങേക്ക് പറയാനുള്ളത് അതിനെക്കുറിച്ച്? അത് ഇപ്പം എൻ്റെ ഒരു കാര്യം, അവർ രണ്ടുപേരും ഒരു ആക്ടറോ ആക്ട്രസ് ആവുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഞങ്ങളുടെ കുടുംബവും ചിന്തിച്ചിട്ടില്ല. അത് സംഭവിച്ചാണ്. പക്ഷെ ഇവരുടെ കാര്യം അങ്ങനെയല്ല. ഇവരുടെ സ്റ്റേജിൽ നിന്നാണ് അല്ലേ. അവരുടെ ഫാമിലി ആയിട്ട് അത് തുടങ്ങി, അവരെപ്പോഴും കണ്ടുകൊണ്ടിരുന്നു. പക്ഷെ ഞങ്ങളുടെ കുടുംബവും ഇപ്പോൾ എൻ്റെ സുച്ചിയുടെ ഫാമിലി ആയാലും ഒക്കെ സിനിമയിൽ നിന്നുള്ള ആൾക്കാരാണ്. ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ ഫാമിലിയിൽ നിന്ന് സിനിമയിലാകുന്നത്. അപ്പം അതിൽ വളരെ സന്തോഷമുണ്ട്. കാര്യം ഇത് ബ്യൂട്ടിഫുൾ ജോബ്. നല്ലൊരു സൗന്ദര്യമുള്ള ജോലിയാണ് അഭിനയിക്കുക എന്ന് പറയുന്നത്. ഏറ്റവും നന്നായിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ സന്തോഷം. പിന്നെ ആസ് ആൻ ആക്ടർ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം എനിക്ക് നല്ല എഴുത്തുകാരെ കിട്ടി, തിരക്കഥാകൃത്തുക്കളെ കിട്ടി, സംവിധായകരെ കിട്ടി, കൂടെ അഭിനയിക്കാൻ ഏറ്റവും മനോഹരമായിട്ടുള്ള ആൾക്കാരെ കിട്ടി. അവരുടെയൊക്കെ ഒരു ഓർമ്മ, അവരുടെയൊക്കെ ഒരു സ്നേഹത്തിൽ കിടന്നാണ് ഞാൻ വളർന്നത്. ഈ കുട്ടികൾക്ക് അങ്ങനെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. അല്ല, ഞാൻ എൻ്റെ ഫാമിലിയിൽ 2 പേരെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കാര്യമില്ല. ഇവരൊക്കെ അത് പ്രൂവ് ചെയ്ത് അവര് ആൾക്കാരാണ്. അപ്പൊ ഈ ഒരു ആക്ടറിന് ഒരു നല്ല വേഷം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ്, ഏത് ആക്ടറായാലും. അപ്പൊ ഇവർക്കും അങ്ങനെ നല്ല വേഷങ്ങൾ കിട്ടട്ടെ, നല്ല സംവിധായകരെ കിട്ടിയിട്ട് കൂടെ അഭിനയിക്കാൻ. പക്ഷെ എനിക്കുള്ള സങ്കടം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ അഭിനയിച്ച പലരും നമ്മുടെ കൂടെ ഇല്ല. ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആയിരുന്നു. അവരുടെയൊക്കെ ഒരു ബ്ലെസ്സിങ്സും ഇവരുടെ സപ്പോർട്ടും നേരത്തെ സായി പറഞ്ഞ പോലെ ഒരു ഗിവ് ആൻഡ് ടേക്ക് വളരെയധികം ഉണ്ടായിരുന്നൊരു സമയമാണ്. നമ്മുടെ വേണുചേട്ടനായിട്ടോ ഗോവിചേട്ടനായിട്ടോ അല്ലെങ്കിൽ വാസി സാറുമായിട്ടോ നസീർ സാറോ അങ്ങനെ ഒരുപാട് ആൾക്കാരുമായിട്ട് അഭിനയിക്കാൻ ഭാഗ്യം ചെയ്ത ഒരാളാണ് ഞാൻ. ശിവാജി ഗണേശനായാലും അമിതാഭ് ബച്ചനായാലോ നാഗേശ്വര റാവു സാറോ രാജ്കുമാർ സാറൊക്കെ ആയിട്ടുള്ള ഒരു ലെജൻഡറി ആക്ടേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇവർക്ക് കിട്ടാൻ സാധ്യത കുറവാണിപ്പോൾ. അവരൊക്കെ പോയി, എന്നാലും അവരെയൊക്കെ സ്മരിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ they are also blessed. അവർക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Hi, Vismaya. Hope you're doing well and welcome to Malayalam film industry. Thank you. So I just want to ask you something. When we are seeing some huge names actually,
with Jude Anthony Joseph. We could see Yannick Mendes, Stan Silva, and if we are looking into DOP, Akhil George, Javonte John, other than our own James Pichot, everyone. So first ever we are getting the chance to work with them. That is something very huge, which is very happiest part of the main journey. So how do you feel? I feel so grateful that this can be my start, and obviously that's only because of my dad. Right? But the chance to work with everyone here, and they were so patient and so incredibly I'm a beginner, but the fact that they were patient with me, Yeah, as I'm just asking a follow-up question in that, as you are a beginner, and we know that our Malayalam film industry is still now going through a remarkable phase actually. So in this remarkable phase, we could see newcomers, freshers are getting enough chance day by day. We could see they are scoring hundreds in box office, those things and all. At this momentum, you are getting a chance to be in this industry as Thodakam. So how do you feel that opportunity as well? Again, just grateful. There were so many moments that I'm in the set and I'm looking around and I'm like, wow. Thank you. Yeah. വിസ്മയ ഏഴാം തീയതി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. പക്ഷെ ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കുറെ തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടാവും. ഒരേ ഷോട്ടുകൾ എടുക്കാൻ പോകുമ്പോൾ ലാലേട്ടൻ ഇന്ന് നിങ്ങൾ കാണുന്നതാണ്. കുടുംബത്തിലുള്ള ആളാണ്. ലാലേട്ടൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോഴും വിസ്മയുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ അച്ഛനും അമ്മയൊക്കെ അവിടെ ഉണ്ടാവും. അച്ഛനും അമ്മയും അവിടെ ഉണ്ട്, ലൊക്കേഷനുണ്ട്. അഭിനയം കഴിഞ്ഞ് വരുമ്പോൾ അച്ഛനും അമ്മയും എന്തൊക്കെ പറയാറുണ്ട്? എനിക്കൊരു കാര്യം പറയണമെന്നുണ്ട്, പക്ഷെ എനിക്കതൊന്നും പറയാൻ പറ്റില്ല. കാരണം ഒരു ഭയങ്കര ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതേപോലെ ഷൂട്ടിന്റെ സമയത്ത്. കാരണം അപ്പയും അമ്മയും ആദ്യം തൊട്ട് ഉണ്ടായിരുന്നു. അപ്പോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് പ്രിപ്പറേഷനെ പറ്റി. എത്ര തയ്യാറെടുപ്പുകൾ എന്തൊക്കെയുണ്ട്? ആക്ച്വലി ഞാൻ കുറെ സിനിമകൾ കണ്ടിട്ടുണ്ടായിരുന്നു. സിനിമ ഷൂട്ടിന് മുൻപായിട്ട് തന്നെ നാലഞ്ചുള്ള വരെ ഞാൻ കുറെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിനിമകൾ കണ്ടിട്ട് കുറെ റെഫറൻസസും നോട്ട് ചെയ്ത് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. ലൈക്ക് ഇൻ മൈ ഓൺ വേ എനിക്കത് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ശ്രമമായിരുന്നു ആക്ച്വലി. അപ്പോൾ അങ്ങനെ ഐ ഫീൽ ലൈക്ക് ഐ വാച്ച് ലൈക്ക് ലോട്ട് ഓഫ് മൂവീസ്. അതായിരുന്നു എൻ്റെ പ്രിപ്പറേഷൻ. പിന്നെ ഓബിയസ്ലി ജൂഡേട്ടൻ ഭയങ്കര അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറ്റിയിരുന്നു. അത് ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് എ വെരി ബിഗ് ബ്ലെസ്സിങ് ഫോർ മീ. കാരണം ഓരോ സീനും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്രയും പോയിന്റ് ഔട്ട്, ലൈക്ക് ബിക്കോസ് ഐ ഫീൽ ലൈക്ക് ഈസ് എ പ്രൊഫഷണലിസ്റ്റ്. അപ്പോൾ കിട്ടുന്നത് വരെ ഈ കീപ്സ് ട്രൈങ്. സോ എനിക്ക് ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഈവൻ സായികുമാർക്ക് കുറേ എക്സസൈസസ് ഈവൻ കണ്ണിനെ പറ്റിയും കുറേ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായി. അപ്പോൾ എനിക്ക് ഈ ഒരു ടീം കിട്ടിയത് തന്നെയാണ് ആക്ച്വലി വെരി ലക്കി. ബിക്കോസ് അല്ലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഐ വുഡ് ബി ഏബിൾ ടു do what I did, but